ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളേ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളേ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന നീ നല്ല സമയത്തിനായ കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രാത്രികാലം നമ്മളെ വിട്ടുപോയി അനുഗ്രഹിക്കുന്ന പ്രഭാതം ദിനം തന്നിരിക്കുന്ന കർത്താവ് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീഡിയോ കാണാൻ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം നമ്മളുടെ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. അല്പനിമിഷം വചനം ധ്യാനിക്കാം. ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 54 വേഴ്സ് 17. ഐസയ്യയുടെ പുസ്തകത്തിൽ നിന്ന് 54 അധ്യായത്തിലെ 17 വാക്യത്തെ നമ്മൾ വായിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ആമേൻ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ഒരു വാഗ്ദത്തം എന്ന പകൽക്കാലം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറയുന്ന പോലെ വചനം കേൾക്കുമ്പോഴേ സംസാരിക്കുമ്പോഴേ ഹല്ലേലൂയ എന്നിൽ നിന്നല്ല ആരുടെയെങ്കിലും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോഴേ അതിനുമേൽ ആമേൻ പറയുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുക, നമുക്ക് ഒരു ദൈവീയ സമാധാനം അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ദൈവത്തെ വചനത്തെ വിമർശിക്കുന്നവരായിട്ടല്ല, കർത്താവിന്റെ എളിമയോടെ വിനയത്തോടെ താഴ്മയോടെ ആയിരുന്ന കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ദൈവത്തിന് മഹത്വം, സ്തോത്രം. ജനൽ കുറവുകളുണ്ടെന്ന് പൂർണ്ണ ഞാൻ സമ്മതിക്കുന്നു. മലയാള ഭാഷ പറയുമ്പോൾ കുറവുകളുണ്ട്, ഇംഗ്ലീഷ് പറയുന്നതിൽ കുറവുകളുണ്ട്, ആകെ മിക്സപ്പാണ്. എന്നാലും നിങ്ങൾ എന്നെ ക്ഷമയോടെ എന്നെ കേൾക്കുന്നവരുടെ ദൈവനാമത്തെ നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിനക്ക് വിരോധമുണ്ടാക്കുന്ന യാതൊരു ആദ്യവും ഫലിക്കുകയില്ല. ദൈവത്തിന് മഹത്വം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് പകൽക്കാലം പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും എന്നെ കേൾക്കുന്നുണ്ടും പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നേരെ വരുന്ന യാതൊരു ആയുധവും ശത്രു ഏത് തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടുവന്നാലും അത് ഫലിക്കുകയില്ല. സ്തോത്രം ചെയ്യുന്നു. ആ ആയുധം അയക്കുന്നവരുടെ അവരിൽ തന്നെ തിരിച്ചു പോകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തന്നെ കേൾക്കുന്നുണ്ടോന്ന് പറയട്ടെ. ഹല്ലേലൂയ. ശത്രു പലതരത്തിലുള്ള പല രീതിയിലുള്ള ആയുധങ്ങൾ കുടുംബത്തിലെ, ജോലി സ്ഥലത്ത്, ശുശ്രൂഷകളിൽ, തലമുറകളിലെല്ലാം കൊണ്ടുവരും. ഈ ആയുധങ്ങളെല്ലാം ഈ ശത്രു കൊണ്ടുവരുന്ന, ലോകത്തിലെ പിശാച് എന്ന് പറയുന്ന ശത്രു കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിൽ അയക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പലതരത്തിലുള്ള വാക്കുകളാലും പ്രവൃത്തികളിലുള്ള ആയുധങ്ങളായിരിക്കും. ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ വെട്ടുകത്തിയോ പിച്ചാത്തിയോ ഒന്നും അയക്കുന്ന കാര്യമല്ല കേട്ടോ പറയുന്ന വചനത്തിൽ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അപ്പം അങ്ങനെ വാക്കുകളാലോ പ്രവൃത്തിയാലോ ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങളെ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലെ ജോലി സ്ഥലങ്ങളിലെ സഭകളിലെ ശുശ്രൂഷകളെല്ലാം ശത്രു കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് ശത്രു എന്ന് പറഞ്ഞവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് തരത്തിലെ ഒരു ദൈവപൈതനെ തകർക്കാൻ കഴിയും, ഏത് പൈതലൊരു പൈതൽ നിരാശപ്പെടുത്താൻ കഴിയും. ഈ ശത്രു ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ നമ്മളാണെങ്കിലും നമ്മൾ കർത്താവിനോട് ഓരോ നിമിഷവും കർത്താവിനോട് കൂടെ വസിക്കുവാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും പാട്ടുപാടി ആരാധിക്കാനൊക്കെ നമ്മൾ ഓരോ നിമിഷവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും. ശത്രു അങ്ങനെയല്ല. ശത്രു ഒരാളെ ദൈവപൈതനെ എങ്ങനെ തകർക്കാൻ കഴിയും, എങ്ങനെ നിരാശപ്പെടുത്താൻ കഴിയും ചിന്തിച്ചതിന് കണ്ടിന്യൂസ് ഒരു തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശത്രു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്നും ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നെല്ലാം ശത്രുവായവൻ ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിനെതിരായി, ജോലിക്കെതിരായി, ഞാൻ പറഞ്ഞതുപോലെ തലമുറയ്ക്കെതിരായി, ശുശ്രൂഷകൾക്കെതിരായി. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തിരിക്കുന്ന ശത്രുവിൻ്റെ പണി അതാണല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ എന്നാണ് നമ്മൾ വചനത്തെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിനും വായിക്കുന്നു, എനിക്ക് നിങ്ങൾക്ക് എതിരെ വരുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നമ്മുടെ നേരെ വരുന്ന ശത്രുവിൻ്റെ ആയുധത്തെ വെട്ടുവാൻ നമ്മുടെ കയ്യിൽ
വിജയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞ നമ്മൾ വായിക്കുന്നു, പിശാചിന്റെ തന്ത്രം കൊണ്ട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. സർവായുധ വർഗം ധരിച്ചുകൊള്ളുന്ന പോലെ കർത്താവിന്റെ വചനം എന്ന പരിചയം നമ്മൾ എപ്പോഴും ധരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിലും കർത്താവിലും നമ്മളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം എന്നാണ് കർത്താവിന്റെ വചനം നമ്മളെ പഠിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ വചനത്തിലും ആശ്രയിക്കുന്ന ഒരു ദൈവബലനെ നേരെ വരെ ശത്രു അയക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ലെന്നാണ് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ പറഞ്ഞാട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആമേൻ പറയണം. നിങ്ങൾ എൻ്റെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴേ നിങ്ങളിരുന്ന് പറയാം, എൻ്റെ നേരെ യാതൊരു ഫലിക്കയില്ലെന്ന്. അത് കർത്താവിൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന് ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മുടെ നേരെ വരുന്ന ശത്രുവിൻ്റെ ആയത്തെ വിട്ട് നമ്മുടെ കയ്യിൽ പരിചയമുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വചനമാണ്, അതൊന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ധരിക്കുമ്പോൾ ശത്രുവിൻ്റെ ആയുധവും ഫലിക്കയില്ല, നമ്മൾ തകർക്കത്തില്ല, നമ്മളെ തൊടില്ല, അതൊന്നും തൊടാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം ധരിച്ച് കർത്താവിൻ്റെ വചനം പരിചയം എന്ന വചനം ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് നമ്മെ തൊടുകയില്ല, തകർക്കുകയില്ല, തൊടുകയില്ല എന്നുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തിലുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിലും കർത്താവിലും ആശ്രയിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാവർക്കും കർത്താവ് എനിക്കും നിങ്ങൾക്കും നമുക്ക് നന്മകൾക്കെല്ലാം ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനത്തിലൂടെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൈവപൈതെന്ന് പറയുമ്പോൾ ഞാൻ ദൈവപൈതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയുടെ വേർപാട് ദൈവത്തിന് പ്രകാരം ജീവിക്കുന്നവരെയാണ് ദൈവമക്കൾ ഞാനിന്ന് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ദൈവത്തിൻ്റെ ചെറിയ കീഴിലാണ് നമ്മളെപ്പോഴും ആയിരിക്കുന്നത്. ഞാൻ നിങ്ങളും ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ എപ്പോഴും നമ്മളെ വഹിക്കുകയും ചെയ്യുന്ന കർത്താവാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും നേരെ എതിരെ എന്തെല്ലാം വന്നാലും അതൊന്നും നമ്മെ തൊടാതെ സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും പരിപാലനത്തെയും ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ആമേൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്കും നിങ്ങൾക്കും പലപ്പോഴും ശത്രു ആയുധങ്ങളെ എറിഞ്ഞ് പലപ്പോഴും തകർക്കാൻ ഇല്ലാതെയാക്കി കളയാൻ അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളിൽ ഓർത്ത് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ പല തരത്തിലുള്ള വാക്കുകളാലും പ്രവൃത്തികളാലും അങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ തന്നിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകത്താൽ കർത്താവിൻ്റെ അധികാരത്താൽ ദൈവവചനം എന്ന പരിചയമുണ്ട് നമ്മൾ അതിനെ തരണം ചെയ്ത് ഈ നിമിഷം വരെ ആയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും ശത്രു ആയുധങ്ങളെ എറിഞ്ഞു പലപ്പോഴും തകർക്കാൻ ഇല്ലാതാക്കി കളയാൻ അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്കുണ്ടല്ലോ. അവിടെ എല്ലാം ദൈവത്തിൻ്റെ പരിപാലനം കൂടി ഇരുന്നില്ലേ ഉണ്ട്. നമ്മുടെ ശക്തി കൊണ്ടാണ് നമ്മളിങ്ങനെ നമുക്ക് നേരെ വന്ന ആയുധങ്ങളെല്ലാം അതിനെ തരണം ചെയ്യാനുള്ള കൃപ നമ്മളെ തന്നെ തരം നമ്മുടെ ശക്തി കൊണ്ടാണോ? ഹല്ലേലൂയ. നമ്മൾ അല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനാൽ ഇങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനായിട്ട് കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സത്യവേദ പുസ്തകം സുവിശേഷം എന്ന് പറയുന്ന കർത്താവിൻ്റെ സകല വാഗ്ദത്തങ്ങളും നമുക്കുള്ളതാണ്. ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നാലും ഏത് തരത്തിലുള്ള രോഗങ്ങൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള കർത്താവിൻ്റെ വചനം ഈ സുവിശേഷത്തിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് അത് അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശത്രുവിൻ്റെ ഏത് തരത്തിലുള്ള ശത്രുവിൻ്റെ ആയുധം നമ്മുടെ നേരെ വന്നാലും അതിനെല്ലാം തനിച്ചോടെ കർത്താവിൻ്റെ പരിചയം എന്ന വചനത്തിൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അതിനാൽ കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും പൂർണ്ണമായിട്ട് ഞാനും നിങ്ങളും ആശ്രയിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്ന പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വിശ്വാസം നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് എത്രത്തോളം ആഴമായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നുവോ കർത്താവിൽ ആശ്രയിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് എൻ്റെയും ജീവിതത്തിൽ നിങ്ങൾ വരുന്ന എല്ലാ ശത്രുവിൻ്റെ ആയുധങ്ങളെയും തരണം ചെയ്യുന്നത്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലും അതിനകത്തുള്ള ഡീപ്പ് വിശ്വാസത്തിലുള്ള എത്ര ആഴത്തിലുള്ള വിശ്വാസമാണെന്നാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നേരെ ശത്രുവിൻ്റെ ആയുധങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാനോ അതിനെ വിധിക്കാനോ ഞാനും നിങ്ങളും പോകരുതെന്ന് ഒരു ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നേരെ ആയുധങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മൗനമായിട്ടിരിക്കുക, ദൈവസ്ഥലം മുഴങ്ങാൽ മടക്കുക, പ്രാർത്ഥിക്കുക. അത് കർത്താവ് അതിന്മേൽ അത് നീക്കുപോക്ക് കർത്താവ് തന്നെ വരുത്തും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിപ്പാൻ, നമുക്ക് പ്രയർ പാർട്ട്നേഴ്സ് പ്രാർത്ഥിപ്പാൻ നമ്മൾക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരോട് അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവരെ നമ്മൾ വിധിക്കാൻ പോകണ്ട. ഹല്ലേലൂയ, അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നമ്മൾ മുഴങ്കാൽ മടക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിലും കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അതിനെ കർത്താവ് തന്നെ തരണം ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, കർത്താവ് തന്നെ നീക്കുപോക്ക് വരുത്തുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാനും നിങ്ങളും ആയിരിക്കണം എന്നാണെന്ന് കർത്താവിൻ്റെ പരിശുദ്ധം നമ്മൾ പകൽക്കാലം ഓർപ്പിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ തിന്മയെ ജയിക്കരുതെന്നാണ് കർത്താവിൻ്റെ വചനം. തിന്മ ചെയ്യുന്നവർ നന്മ കൊണ്ട് ജയിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ നമ്മുടെ ശത്രുക്കൾ വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ പേരറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ശക്തിയിൽ ഒരു കാര്യങ്ങളിലും കർത്താവ് ശത്രു ആയതുകൊണ്ട് മേൽ നമ്മുടെ ശക്തിയിൽ ഒന്നിനും അതിനെ നീക്കുപോക്ക് വരുത്തുവാനോ അതിന്മേൽ പ്രതികരിക്കാനോ ഒരിക്കലും ഞാനും എന്നെ കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരിക്കലും പാടില്ല എന്ന് പരിസ്ഥലം വന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നമ്മുടെ വരുന്ന ആയുധങ്ങളുടെ മേൽ ന്യായം നമ്മുടെ നേരെ വരുന്ന എല്ലാ ആയുധം, ഏത് തരത്തിലുള്ള ആയുധമായിക്കൊള്ളട്ടെ, വാക്കുകളാലും പ്രവൃത്തികളുള്ള എന്ത് തരത്തിലുള്ള ആയുധങ്ങളായാലും, ഹല്ലേലൂയ. ഈ ആയുധങ്ങൾ പറയുമ്പോൾ പിച്ചാത്തിയോ അരിവാളോ ഒന്നുമല്ല. ഓക്കെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആയുധങ്ങൾ പറയുമ്പോൾ വാക്കാലും പ്രവൃത്തികൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലായാലും അതിനെയെല്ലാം കുറ്റം വിധിക്കുന്ന, അതിനെയെല്ലാം നീക്കുപോക്ക് വരുത്തുന്ന, കുറ്റം വിധിക്കുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതിന്മേൽ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ നേരെ വരുന്ന ആയുധങ്ങൾ, എൻ്റെ നേരെ വരുന്ന എല്ലാവിധ ആയുധം, ഏത് തരത്തിലുള്ള ആയുധങ്ങളും അതിനെ തകർക്കുവാനായിട്ട് ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് ജീവിക്കുന്ന എൻ്റെ ദൈവം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ, എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നോ വെപ്പൺ ഷാൽ പ്രോസ്പർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതുകൊണ്ട് പറയട്ടെ, നമുക്ക് കർത്താവിൻ്റെ വചനത്തിലും ആശ്രയിക്കാം. കർത്താവിൻ്റെ വചനം എന്ന പരിചയം നമ്മൾക്ക് ധരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വചനത്തിൽ പകരം പിശാചിൻ്റെ തന്ത്രങ്ങളുടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വചനം പകൽക്കാലം എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ അടുത്തിൽ വിശ്വസിക്കാം. ഏത് തരത്തിലുള്ള ശത്രു ഏത് തരത്തിലുള്ള തന്ത്രങ്ങൾ നമ്മുടെ നേരെ അയച്ചാലും, ആയുധങ്ങൾ അയച്ചാലും അതിനെ തരണം ചെയ്യുവാൻ എൻ്റെ കർത്താവ് അതിന്മേൽ നീക്കുപോക്ക് വരുത്തുവാൻ ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്നു െങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ എന്നെയും നിങ്ങളെയും കർത്താവ് പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുമാറാകട്ടെ. എപ്പോഴും ഓർക്കുക, ശത്രുവായവൻ നമ്മളെ തകർക്കാൻ നോക്കും, മുടിപ്പിക്കാൻ നോക്കും, നശിപ്പിക്കാൻ നോക്കും, കരയിപ്പിക്കാൻ നോക്കും, പല രീതിയിലൂടെ. എന്നാൽ ഓർക്കുക, കർത്താവിനും കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക. പ്രതികരിക്കുന്നവരോട് പ്രതികരിക്കരുത്. പ്രതികരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ആയുധം, സർവായുധ വർഗം കർത്താവിൻ്റെ വചനമാണ്. ആ വചനത്തിൽ ആശ്രയിക്കുക. കർത്താവിനെ മുഴങ്കാൽ മടക്കുക എന്നുള്ള പരിശുദ്ധ നമ്മളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. എന്നേക്കാൾ നിങ്ങൾക്കെല്ലാം എന്നെ കേൾക്കുന്നവർക്ക് നല്ല വചനത്തിന് അടിസ്ഥാനമുണ്ട്, വെളിച്ചത്തിന് വെളിപ്പാടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പറയട്ടെ, എൻ്റെ കർത്താവിൽ എനിക്ക് വളരെ കുറവുകളുണ്ട്. പൂർണ്ണമായി ഞാൻ സമ്മതിക്കുന്നു. ഭാഷയിൽ കുറവുണ്ട്, ഇംഗ്ലീഷിൽ കുറവുണ്ട്, മലയാളത്തിൽ കുറവുണ്ട്. പറയുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. നിങ്ങളെല്ലാം ഇത് എടുക്കുന്ന പറയുന്ന വാക്കുകളിൽ നിങ്ങൾ തെറ്റായ ഒരു മീനിങ്, ഒരു അർത്ഥം എടുക്കരുത് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്ന് പകൽക്കാലം ഇനി നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കല്ല. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ എന്നെ നിങ്ങളെ കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കണ്ണുകളിലേക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് നല്ല പിതാവിൻ്റെ നിമിഷത്തിന് ഞങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കട്ടെ പ്രഭാതം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കർത്താവ് ഞങ്ങളെ സ്തുതിക്കുന്നു. പകൽക്കാലം കർത്താവിൻ്റെ വചനം ഞങ്ങളോട് സംസാരിച്ചാനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലെന്നുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ വചനം എന്ന കർത്താവിൻ്റെ വചനം എന്ന പരിചയം ധരിച്ച്
പിശാച് തന്ത്രങ്ങളോട് എതിർക്കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് തന്നിരിക്കുന്ന അഭിഷേകത്താൽ, അങ്ങ് തന്നിരിക്കുന്ന അധികാരത്താൽ, ഹല്ലേലൂയ, ദൈവകലാപം സഹായിച്ച് കർത്താവ് വരുന്ന കർത്താവിന് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിച്ചുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രതികരിക്കുന്നവർ പ്രതികരിക്കാനല്ല കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവിൻ്റെ മുഴുവൻ കാലം അടയ്ക്കാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം അതിന്മേലുള്ള നീക്കുപോക്ക് വരുത്തുന്ന വിശ്വസ്തനായ കർത്താവ് ഞങ്ങൾ കൊണ്ടുവന്ന് പൂർണ്ണകാലം കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം എൻ്റെ വീഡിയോ കാണാൻ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ, ചെറുതും വലുതായ വിഷയങ്ങൾ, രഹസ്യമായി പരസ്യമായി പ്രാർത്ഥിക്കുന്ന സ്ഥല വിഷയങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്വന്തത്തോടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതിന്മേൽ കർത്താവിൻ്റെ സമയത്ത് അതിന്മേൽ വിടുതൽ കണ്ട് ദൈവീയ പ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കിയാട്ടെന്ന് ദൈവനാമം മഹത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ഹാലേലുള്ള ആവശ്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുവോ അതിന്മേലും ദൈവീയ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കാലുവെക്കുന്നുള്ള ദൈവനാമം മഹത്വപ്പെടും ഞങ്ങൾ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മനെ അനുസരിപ്പാനുള്ള കൃപ തരുവാനും പ്രാർത്ഥന. ഞങ്ങളുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനും പുസ്തകയുടെ വേർപാട് ജീവിപ്പാൻ ഭയത്തോടെ ജീവിപ്പാൻ ദൈവത്തിനെ പ്രകാശിപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടെ ഇവിടെ ഞങ്ങളായിരിക്കുന്ന കർത്താവ് വീഡിയോ കാണുന്ന ഒരു രാജ്യങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവത്തിന് മഹത്വം. ലോകത്തിലുള്ള എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും കർത്താവിനെ കൃപയിൽ പൊതിയുന്നു. ദൈവത്തിലുള്ള ദേവദാസന്മാർ ദൈവഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവിൻ്റെ വചനം ലോകത്തിൻ്റെ ഓരോ മൂലയിലും എത്തിച്ചേരുവാൻ കർത്താവെ വഴികളും വാതിലും തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം ഇടയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. സ്ഥല വിഷയങ്ങളെ ഏൽപ്പിക്കുക. തലമുറ വിഷയം ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. അവരെല്ലാം കർത്താവ് വിഷയത്തിന് മറുപടി നൽകി മാനിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദയവായി തലാരിപ്പാൻ പരിശുദ്ധാത്മ നടത്തപ്പെടുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പകൽക്കാല സകല ബഹുമാനവും മഹത്വം ഞങ്ങളുടെ കർത്താവിന് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമ്പോൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവത്തിന് മഹത്വം.